ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക്. പുതിയ SCRT 7ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മധ്യകാല ഇന്ത്യ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ച് പോർഷൻസ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പുതിയ SCRT നമ്മൾ ചാപ്റ്റേഴ്സ് എടുക്കുന്നതിനനുസരിച്ചിട്ട് പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇതുവരെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൻ്റെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെങ്കോട്ടയുടെയും അതേപോലെ തന്നെ അതേ കാലഘട്ടത്തിൽ നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപിയുടെയും ചിത്രമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മുഗൾ ഭരണ കാലഘട്ടത്തിനെക്കുറിച്ചും അതേസമയം തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തെക്കുറിച്ചുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും. പഴയ SCRT പാഠപുസ്തകങ്ങളെല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡായിട്ട് മാത്രമായിരുന്നു. പിന്നെ റാങ്ക് ഫയലിലുള്ള അഡീഷണൽ ആയിട്ടുള്ള ഡേറ്റാസ് നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ SCRT മാറിയപ്പം തന്നെ നമ്മുടെ ഹാൻഡ് ബുക്കും കൂടി റെഫർ ചെയ്തിട്ടാണ് ക്ലാസ്സസ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും വരും നാളുകളിൽ ഉറപ്പായിട്ടും നമ്മുടെ PSC എക്സാമിന് റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് SCRTക്ക് വളരെ വലിയൊരു റോളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ചോദിക്കും, അതല്ലാതെ സ്റ്റാറ്റിക് GK ആയിട്ട് ചോദിക്കും. പിന്നീട് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ലെവൽ പല രീതിയിൽ മാറാം. അപ്പോൾ എങ്ങനെ നമുക്ക് ചോദിച്ചാലും ഇപ്പോൾ SCRTയുടെ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഒരു കാരണവശാലും മാർക്ക് പോകാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് ക്ലാസ്സസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പഴയ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുന്നത് ഈ ചെങ്കോട്ടയെക്കുറിച്ചും ഹംപിയെക്കുറിച്ചും ആണെങ്കിലും ഹാൻഡ് ബുക്കിൽ ജസ്റ്റ് റെഫർ ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് 1 രൂപ ഒഴികെയുള്ള ബാക്കിയുള്ള കറൻസി നോട്ടുകളെല്ലാം അച്ചടിക്കുന്നത് എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ നിലവിലുള്ള പുതിയ നോട്ടുകളായിട്ടുള്ള 10, 20, 50, 100, 200, 500 നോട്ടിലുള്ള പൈതൃക കേന്ദ്രങ്ങളെക്കുറിച്ചാണ് ആദ്യം തന്നെ നമുക്കിതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അതൊന്ന് പറഞ്ഞ് ക്ലാസ് തുടങ്ങാം കേട്ടോ. 10 രൂപയുടെ നോട്ടിലുള്ള പൈതൃക കേന്ദ്രം ഏതാണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒറീസയിലാണ്. അപ്പോൾ 10 രൂപ നോട്ടിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്, അത് ഒറീസയിലാണ്. അതുപോലെ 20 രൂപ നോട്ടിൽ എല്ലോറ ഗുഹകളാണ്, അത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 50 രൂപ നോട്ടിൽ ഹംപി കർണാടകയിലാണ്. അപ്പോൾ ഹംപിയും ചെങ്കോട്ടയുമാണ് നമുക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള ഒരു ടോപ്പിക് കൂടെ നമുക്കായല്ലോ. 50 രൂപ നോട്ടിൽ ഹംപി, അത് കർണാടകയിലാണ്. 100 രൂപ നോട്ടിൽ റാണി കി വാവ്, അത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 200 രൂപ നോട്ടിൽ സാഞ്ചി സ്തൂപം, അത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. 500 രൂപ നോട്ടിൽ ചെങ്കോട്ട, അത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, PSC പരീക്ഷയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനിയും ചെങ്കോട്ടയെക്കുറിച്ചായിട്ടാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. 1648 മുഗൾ ഭരണാധികാരിയായ ഷാജഹാൻ്റെ കാലത്താണ് ചെങ്കോട്ട നിർമ്മിക്കുന്നത്. ഏത് നദിയുടെ തീരത്താണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്? യമുന നദിയുടെ തീരത്താണ്. യഥാർത്ഥ പേര് ഖില ഇ മുബാറക്ക് എന്നാണ് കേട്ടോ. ചെങ്കോട്ടയുടെ യഥാർത്ഥ പേര് ഖില ഇ മുബാറക്ക്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ഒന്നിൽ കൂടുതൽ തവണ കേട്ടിട്ട് മാത്രം നോട്ട് എഴുതുക കേട്ടോ. കാര്യം ആദ്യമായിട്ട് ഒരു ബിഗിനർ ആണെങ്കിൽ നമ്മൾ ആദ്യം ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കറിയാൻ വയ്യാത്ത പോയിൻ്റ് എല്ലാം നമുക്ക് എഴുതണമെന്ന് തോന്നും. അപ്പോൾ ക്ലാസ് 1-2 തവണ കൂടുതൽ കേട്ടിട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ SCRTക്ക് സയൻസിനും സോഷ്യലിനും സെപ്പറേറ്റ് നോട്ട് വെച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതും നിങ്ങൾക്കറിയാൻ വയ്യാത്ത പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ എല്ലാം നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് ഇങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വെച്ച് വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ SCRT ഉറപ്പായിട്ടും നിങ്ങൾ 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റുകൾ നിങ്ങളത് കവർ ചെയ്തേ മതിയാവും കേട്ടോ ഇനിയുള്ള എക്സാംസിന്. അപ്പോൾ നമുക്ക് പറയാം, ചെങ്കോട്ട അതിൻ്റെ യഥാർത്ഥ പേര് ഖില ഇ മുബാറക്ക് എന്നാണ്. ലാൽ ഖില എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്ത്? ചെങ്കോട്ടയാണ് കേട്ടോ. ഇൻഡോ പേർഷ്യൻ നിർമ്മാണ രീതിക്ക് ഒരു ഉദാഹരണമാണ് ചെങ്കോട്ട എന്ന് പറയുന്നത്. ഇൻഡോ പേർഷ്യൻ നിർമ്മാണ രീതിക്ക് ഉദാഹരണമാണ് ചെങ്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിനെക്കുറിച്ചൊക്കെ പറയും കേട്ടോ.
യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് ചെങ്കോട്ടെ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. യഥാർത്ഥ പേര് ഖില-ഇ മുബാറക്ക്, ലാൽ ഖില എന്നറിയപ്പെടുന്നുണ്ട്. യമുന നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ 1648 മുഗൾ ഭരണാധികാരിയായിട്ടുള്ള ഷാജഹാൻ്റെ കാലത്താണ് ചെങ്കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. അടുത്ത നമ്മൾ പാഠപുസ്തകത്തിൽ കണ്ട ആ ഒരു ചിത്രം എന്തിൻ്റെ ആയിരുന്നു? ഹംപിയുടേതായിരുന്നു അല്ലേ. അപ്പോൾ വിജയനഗര കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. ഉത്തര കർണാടകയിലെ ബെല്ലാരി ജില്ലയിലാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏത് നദീതീരത്താണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്? തുംഗഭദ്ര നദീതീരത്താണ്. അതുപോലെ ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ഹംപി എന്ന് പറയുന്നത്. പ്രസിദ്ധമായിട്ടുള്ള ശിവക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. അത് ഹംപിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും നമ്മുടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. അപ്പോൾ ഹംപി ഏത് നദീതീരത്താണ്? തുംഗഭദ്ര നദീതീരത്താണ്. അതുപോലെ തന്നെ വിജയനഗര കാലഘട്ടത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഉത്തര കർണാടകയിലെ ബെല്ലാരി ജില്ലയിലാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി പാഠപുസ്തകത്തിൽ മുഗൾ ഭരണത്തിനെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പേജിൽ ഹംപിയെക്കുറിച്ചും ചെങ്കോട്ടയെക്കുറിച്ചുമാണ്. അത് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കി. അപ്പോൾ ഓർത്തോണേ, ലാൽ ഖില എന്നുള്ളത് ഓർക്കുക, തുംഗഭദ്ര നദീതീരത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരിക. ഇനിയും മുഗൾ ഭരണ കാലഘട്ടത്തിൽ പ്രശസ്തരായിട്ടുള്ള പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാരെയാണ് കാണിച്ചിട്ടുള്ളത്. ബാബറാണ് ആദ്യത്തേത്. നമുക്കറിയാം 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരായിരുന്നു? ബാബറായിരുന്നു. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ് ഈ കാണിച്ചിട്ടുള്ളതിൽ ബാബർ തന്നെ. 1526 മുതൽ 1530 വരെയാണ് ബാബറിൻ്റെ കാലഘട്ടം. പിന്നീട് ഹുമയൂൺ 1530 മുതൽ 40 വരെയും, പിന്നീട് 1555 മുതൽ 1556 ഒരു വർഷക്കാലം അദ്ദേഹം വീണ്ടും ഭരിച്ചു. അതിനുശേഷം അക്ബർ 1556 മുതൽ 1605 വരെ അക്ബറിൻ്റെ കാലഘട്ടമായിരുന്നു. അതിനുശേഷം ജഹാംഗീർ 1605 മുതൽ 1627 വരെ ജഹാംഗീറിൻ്റെ ഭരണകാലഘട്ടമായിരുന്നു. ഷാജഹാൻ 1628 മുതൽ 1658 വരെ ഷാജഹാനായിരുന്നു. ഔറംഗസേബ് 1658 മുതൽ 1707 വരെ ആയിരുന്നു ഔറംഗസേബിൻ്റെ കാലഘട്ടം. അപ്പോൾ ഇതിൽ പറഞ്ഞു പ്രശസ്തരായിട്ടുള്ള പ്രധാനപ്പെട്ട ഭരണാധികാരികൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് മുഗൾ രാജവംശ സ്ഥാപകനായ ബാബറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവാണ് ബ്രാക്കറ്റിലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിപ്പം വേണ്ടത് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം സഹ്റുദ്ദീൻ മുഹമ്മദ് എന്നാണ്. അപ്പം ബാബർ എന്ന പദത്തിൻ്റെ അർത്ഥം സിംഹം എന്നതാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. തുസൂഖ് ഇ ബാബറി, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ബാബർ എന്ന പദത്തിൻ്റെ അർത്ഥം സിംഹം എന്നാണ്. മുഗൾ രാജവംശ സ്ഥാപകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് തുസൂഖ് ഇ ബാബറി എന്നുള്ളത്. അടുത്തത് ഹുമയൂണിനെ കുറിച്ചാണ് പറയുന്നത്. ഹുമയൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ് കേട്ടോ. മുഗൾ രാജവംശത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയാണ്. പൂർണ്ണനാമം നാസിർ അൽ-ദിൻ മുഹമ്മദ് എന്നാണ്. അടുത്തത് അക്ബറിനെ കുറിച്ചാണ്. അബ്ദുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നാണ് പൂർണ്ണമായിട്ടുള്ള നാമം. ഇദ്ദേഹത്തിൻ്റെ അർത്ഥം, അക്ബർ എന്ന പദത്തിൻ്റെ അർത്ഥം മഹാൻ എന്നാണ്. അപ്പം നമ്മൾ ബാബർ കണ്ടു സിംഹം, അതുപോലെ തന്നെ ഹുമയൂൺ കണ്ടു ഭാഗ്യവാൻ, അതുപോലെ അക്ബർ എന്ന പദത്തിൻ്റെ അർത്ഥം മഹാൻ എന്നാണ്. മുഗൾ രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവാണ് അക്ബർ. അടുത്തത് ജഹാംഗീർ ആണ് കേട്ടോ. ജഹാംഗീർ എന്ന വാക്കിൻ്റെ അർത്ഥം ലോക ജേതാവ് എന്നതാണ് കേട്ടോ. ജഹാംഗീർ എന്ന പദത്തിൻ്റെ അർത്ഥം ലോക ജേതാവ്. അപ്പോൾ നമ്മൾ ഓരോ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു വരുവാണ്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നുറുദ്ദീൻ സലീം ജഹാംഗീർ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ തുസൂഖ് ഇ ജഹാംഗീരി എന്നാണ് കേട്ടോ. അത് നോട്ട് ചെയ്യണേ, ഓർക്കണം. ജഹാംഗീറിൻ്റെ ആത്മകഥ തുസൂഖ് ഇ ജഹാംഗീരി എന്നാണ് കേട്ടോ. അടുത്തത് ഷാജഹാനാണ്. മിർസ ഷഹാദ് ഉദ്ദീൻ മുഹമ്മദ് ഖുറം എന്നാണ്. ഷാജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ രാജാവ് എന്നതാണ്. താജ്മഹൽ, ചെങ്കോട്ട, ആഗ്രയിലെ മോത്തി മസ്ജിദ്, ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ഇത് പഴയ SCRTയിലും ഈ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താജ്മഹൽ, ചെങ്കോട്ട, ആഗ്രയിലെ മോത്തി മസ്ജിദ്, ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ, ഇതൊക്കെ ആരുടെ കാലത്താണ്? ഷാജഹാൻ്റെ കാലത്താണ് പണി കഴിപ്പിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഷാലിമാർ ഗാർഡൻ ഒന്നും മറക്കല്ലേ, ലാഹോറിലെ. അടുത്തത് ഔറംഗസീബാണ്. മുഗൾ രാജവംശത്തിൻ്റെ വിസ്തൃതി
ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. പൂർണ്ണനാമം മൊഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് ആലംഗീർ എന്നാണ് കേട്ടോ. അപ്പോൾ ഔറംഗസേബിൻ്റെ പ്രത്യേകത ഇത് ഓർത്തു വെക്കുക. എന്താണ്? മുഗൾ രാജവംശത്തിൻ്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വ്യാപിപ്പിച്ചത്, അല്ലെങ്കിൽ മുഗൾ രാജവംശത്തിൻ്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വ്യാപിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഔറംഗസേബാണ്. നമ്മൾ ഇത്രയും ഭരണാധികാരികൾ പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു പേരുണ്ട് കേട്ടോ. ഒരു സ്ത്രീരത്നം നൂർജഹാനാണ് കേട്ടോ. ജഹാംഗീർ ചക്ര അദ്ദേഹത്തിന് ഭരണകാര്യങ്ങളൊന്നും വലിയ താല്പര്യനായിട്ടുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഭരണകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നുള്ള നൂർജഹാൻ ആയിരുന്നു കേട്ടോ. നൂർജഹാൻ്റെ യഥാർത്ഥ പേര് മെഹർനുസ എന്നാണ്. നൂർജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ പ്രകാശം എന്നതാണ് കേട്ടോ. നൂർജഹാൻ ജഹാംഗീറിൻ്റെ ഭാര്യയാണ്, ജഹാംഗീർ ചക്രവർത്തിയുടെ ഭാര്യ. നൂർജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ പ്രകാശം എന്നതാണ്. അതും ഓർത്തു വെക്കുക. പറഞ്ഞിരുന്നു ഔറംഗസേബിൻ്റെ കാലത്താണ് മുഗൾ രാജവംശം ഏറ്റവും കൂടുതൽ വിസ്തൃതിയായിരുന്നത്. അപ്പോൾ ഔറംഗസേബിൻ്റെ കാലത്തെ മുഗൾ രാജവംശത്തിൻ്റെ ഒരു ഭൂപടവും ഇന്ത്യയുടെ ഭൂപടവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏതൊക്കെ രാജ്യങ്ങളിലായിരുന്നു അന്നത്തെ ഔറംഗസേബിൻ്റെ മുഗൾ രാജവംശം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഈ രാജ്യങ്ങളിലെല്ലാം മുഗൾ വംശം വിസ്തൃതി അവിടെ എല്ലാം വ്യാപിച്ചിരുന്നു. ഇടയ്ക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും പിന്നീട് ഹാൻഡ് ബുക്കിലും ഇങ്ങനെ ചാടി കേട്ടോ വരുന്നത്. അതിൻ്റെ ഒരു കറക്റ്റ് ഓർഡറിലാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ മുഗൾ രാജവംശത്തിലെ മുഗളന്മാരെക്കുറിച്ചാണ് പറയുന്നത്. പേരും കാര്യങ്ങളും അവരുടെ പിന്തുടർച്ചയൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് കേട്ടോ. മുഗൾ രാജവംശ സ്ഥാപകനായിട്ടുള്ള ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് ഈ രാജവംശത്തിനെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും അതുപോലെ നമ്മുടെ കാബൂളിലെ ഭരണാധികാരിയായിട്ടുള്ള ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധമെന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ യുദ്ധത്തിൽ ബാബർ വിജയിക്കുകയും ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ മുഗൾ ഭരണത്തിൻ്റെ ആ ഒരു ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 ആരൊക്കെ തമ്മിൽ? ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ. പിന്നീട് നമ്മൾ ഈ ഒരു പുസ്തകത്തിൽ അക്ബറിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രശസ്തരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരെ കുറിച്ചൊന്നും നമുക്കിതിനകത്ത് പഠിക്കാനില്ല കേട്ടോ. അപ്പോൾ ജെസ്യൂട്ട് പാതിരിയായിട്ടുള്ള പിയറി ജാരിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ ഒരു അനുശോചന കുറിപ്പാണ് കേട്ടോ ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാനങ്ങനെ ഫുള്ളൊന്നും നമുക്കത് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചു അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അക്ബർ ഒന്നാമത്തെ കാര്യം അതിശക്തനായിട്ടുള്ളൊരു ചക്രവർത്തിയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും ഒരേപോലെ മതസഹിഷ്ണുത വെച്ചു പുലർത്തിയിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. പ്രജകളുടെ ക്ഷേമമായിരുന്നു അദ്ദേഹം മുൻകണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി വളരെ നല്ലൊരു ആളാണ് എന്നുള്ളൊരു ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുറിപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ബുക്കിലെ അടുത്ത ഒരു ചിത്രമാണ് മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായിട്ട് ചർച്ച നടത്തുന്ന ഒരു ചിത്രം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി വേണ്ട കാര്യത്തിലേക്ക് കടക്കാം. 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. അപ്പോൾ അക്ബറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ സെക്കൻഡ് സ്റ്റേജ് ചോദിച്ച ചോദ്യമാണ് മൻസബ്ദാരി സിസ്റ്റം ഇല്ലേ. അപ്പോൾ നോക്കൂ, 1575 ഫത്തേപൂർ സിക്രിയിലാണ് ഇബാദത്ത് ഖാന. അപ്പോൾ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് ആരാണ്? അക്ബറാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? പല വിവിധ മതങ്ങളിലുള്ള പണ്ഡിതരുമായിട്ട് അല്ലെങ്കിൽ പ്രമുഖരുമായിട്ടൊക്കെ ചർച്ച നടത്തുക, അതിൽ നിന്ന് നല്ല നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം എല്ലാ മതത്തെയും ഒരുപോലെ കണ്ടിരുന്നു. മതസഹിഷ്ണുതയ്ക്കുള്ള ഒരു ഉദാഹരണമാണിത് അല്ലേ. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അക്ബർ രൂപകൽപ്പന കൊടുത്ത ഒരു ദർശനമാണ്, അല്ലെങ്കിൽ പുതിയൊരു മതം ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ദിൻ ഇലാഹി, എല്ലാവർക്കും സമാധാനം എന്നർത്ഥം വരുന്ന സുൽഹ് ഇ കുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇബാദത്ത് ഖാന നമ്മൾ പറഞ്ഞു. അടുത്തതാണ് ദിന്നിലാഹി. ദിന്നിലാഹിയുടെ ദർശനം എന്താണ്? എല്ലാവർക്കും സമാധാനം അല്ലെങ്കിൽ സുൽഹി കുൽ എന്നുള്ളതാണ് കേട്ടോ. എല്ലാ ദർശനങ്ങളും അന്തിമമായിട്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? മനുഷ്യരുടെ ക്ഷേമത്തിനുള്ളതാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം.
നോക്കൂ, ഫത്തേപൂർ സിക്രിയുടെ ഒരു ഇമേജാണ് അടുത്തത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാം. അതുപോലെ ജെസ്സി എന്ന മതനികുതി നിർത്തലാക്കിയത് ആരാണ്? അക്ബറാണ്. മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകളെയും അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. രാജ തോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. ഒന്ന് ഓർത്തോണേ, ജസ്റ്റ് ഒരു ചെവിത്തഴമ്പെങ്കിലും വെച്ചേക്ക്. രാജ തോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ. ഇനിയും തുസൂക്കി ജഹാംഗീർ, ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പായിരുന്നു ഇത് തുസൂക്കി ജഹാംഗീർ. അതിൽ കുറച്ചേറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. തൻ്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർദ്ധിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹീക്കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. ഇത് അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള തുസൂക്കി ജഹാംഗീർ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് മുഗൾ സൈന്യത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശക്തമായ സൈന്യം തന്നെ ആവശ്യമായിരുന്നു കേട്ടോ. അതിനു വേണ്ടിയിട്ട് അക്ബർ ചക്രവർത്തി നടപ്പിലാക്കിയിട്ടുള്ള സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി സമ്പ്രദായം കേട്ടോ. ഈ സമ്പ്രദായം ഇതെന്നാന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, SCRT എന്തുമായാലും ഞാൻ ഒരു ലൈൻ പോലും വേസ്റ്റ് ആക്കത്തില്ല. ഞാൻ ആദ്യകാലങ്ങളിൽ SCRT എടുത്ത സമയത്ത്, ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം കിട്ടിയ എന്തിനാണെന്നറിയാമോ? 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇടുന്നതിന് പകരം മനുഷ്യൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് വായിക്കുന്നത് കേട്ടോ. അതേ വ്യക്തികളൊക്കെ തന്നെയാണ് പിന്നീട് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതിൽ കോരനെ ഒരുപാട് അഭിനന്ദിച്ച് കമൻസ് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ PDF ഒക്കെ ജസ്റ്റ് വായിക്കുക, പല കഴിവുള്ള ആളുകളാണല്ലോ. PDF ജസ്റ്റ് വായിച്ച് ഇങ്ങനെ ഓരോന്ന് സ്വന്തമായിട്ട് നോട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇങ്ങനെ വീട്ടു ജോലികൾ ചെയ്യുമ്പോഴോ അല്ല എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്ന സമയത്ത് ക്ലാസ് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ കമൻസാണ് നമുക്കിങ്ങനെ ക്ലാസ്സുകൾ പുതുതായിട്ട് എടുക്കാൻ എനിക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ ഇടാൻ മറക്കരുത് കേട്ടോ. ഇനി കമൻറ്റ് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കൂ, അക്ബർ ചക്രവർത്തി നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ്, നമ്മൾ എന്ത് പേരാണ് പറഞ്ഞു നിർത്തിയത്? മൻസബ്ദാരി സമ്പ്രദായം. അപ്പോൾ ഈ സമ്പ്രദായം അനുസരിച്ചിട്ട് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കണം. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് കേട്ടോ. മൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ച് നൽകിയായിരുന്നു. പ്രസ്തുത അവരവർക്ക് കിട്ടുന്ന ഭൂമിയിൽ നിന്നും നികുതി പിരിച്ചെടുത്താണ് മൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സൈനികരുടെയും പ്രമുഖരുടെയും ഒക്കെ പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്ബർ ഈ മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് തന്നെ. അപ്പോൾ മൻസബ് എന്ന് പറയുന്ന പദവി സൂചിപ്പിക്കുന്നത് കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ്. മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബർ ചക്രവർത്തിയുമാണ്. അപ്പോൾ അതിശക്തനായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു അക്ബർ. മതസഹിഷ്ണുത, തുല്യ പരിഗണന, തുല്യനീതി, അതുപോലെ തന്നെ ഇബാദത്ത് ഖാന, ജസിയ നിർത്തലാക്കിയത്, അതുപോലെ ദിന്നിലാഹി അല്ലെങ്കിൽ സുൽഹിക്കുൽ എന്നുള്ളൊരു ദർശനം, രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവർ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നീട് നമ്മൾ മുഗൾ സൈന്യമായിട്ട് ബന്ധപ്പെട്ട മൻസബ്ദാരി സമ്പ്രദായമാണ് പറഞ്ഞത്. ഉദ്യോഗസ്ഥന്റെ വേതനം നിർണയിച്ച് പദവി കണക്കാക്കിയിരുന്നു. ഉദ്യോഗസ്ഥന്റെ കീഴിൽ നിലനിർത്തേണ്ട പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തിനനുസരിച്ചിട്ടാണ് പദവി നൽകിയിരുന്നത്. എല്ലാ വിഭാഗങ്ങൾക്കും ഈ സമ്പ്രദായത്തിൽ പരിഗണന നൽകിയിരുന്നത്. സത്, സവാർ എന്നീ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൻസബ്ദാരി സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട മൻസബ് എന്നുള്ളത് കുതിരപ്പടയാളികളുടെ എണ്ണത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിലെ 2 വാക്കുകളാണ് സത്ത് എന്നും സവാർ എന്നും. സത്ത് എന്നത് ഒരു വ്യക്തിയുടെ സ്ഥാനവും വേതനത്തെയും സൂചിപ്പിച്ചിരുന്നു എങ്കിൽ സവാർ എന്നത് നിലനിർത്തേണ്ട കുതിരകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ സത്ത് ഒരു വ്യക്തിയുടെ സ്ഥാനവും വേതനവും സൂചിപ്പിച്ചെങ്കിൽ സവാർ എന്നുള്ളത് നിലനിർത്തേണ്ട കുതിരകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിച്ചത്. അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്ത് ഒരു ഭരണക്രമം, ഒരു ഭരണഘടന തന്നെ രൂപപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണെന്ന് നോക്കൂ. ഗ്രാമങ്ങളാണ് ഏറ്റവും താഴെത്തട്ടിൽ. ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനകളും, പർഗാനകൾ ചേർന്ന് സർക്കാരും, സർക്കാരുകൾ ചേർന്നാണ് സുബകളും. അപ്പോൾ നമ്മൾ പറഞ്ഞു
മുഗൾ വംശത്തിൻ്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരുന്ന ഔറംഗസേബിൻ്റെ കാലത്താണ് 20 സുബകളുണ്ടായിരുന്നു. എന്നാൽ അക്ബറിൻ്റെ കാലത്ത് 15 സുബകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ പറയും രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനുമാരായിരുന്നു ചക്രവർത്തിയായിരുന്നു കേട്ടോ. എല്ലാത്തിനും അധിപനായിട്ടിരുന്നത് ആര് തന്നെയാണ്? ചക്രവർത്തിയാണ്. എന്നാൽ മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇന്നത്തെ പോലെ പ്രത്യേകം കോടതികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. തദ്ദേശീയരായിട്ടുള്ള മതപണ്ഡിതന്മാർ, അവരെ അറിയുന്നത് ഖാസിമാർ എന്നായിരുന്നു. ഈ ഖാസിമാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തിയിട്ട് തീർപ്പ് കൽപ്പിച്ചിരുന്നത്. എന്നാൽ ഈ തീരുമാനത്തെ ആർക്കെങ്കിലും തൃപ്തി കുറവുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നേരിട്ട് എന്ന് ചക്രവർത്തിയോട് പരാതി പറയായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും ഒക്കെ ആ സമയത്ത് അക്ബർ നിയമിച്ചിരുന്നു. അക്ബർ ദിവാനി ഖാസയിൽ വെച്ചിട്ട് ഈ പരാതിക്കാരുടെ പരാതികൾ കേട്ട്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഖാസിമാരുടെ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർ ചക്രവർത്തിയോട് നേരിട്ട് പറയുന്നു. അപ്പോൾ അത് ദിവാനി ഖാസയിൽ വെച്ചിട്ടാണ് ജനങ്ങളുടെ പരാതി കേട്ടുകൊണ്ടിരുന്നത്. മുഗൾ ഭരണകാലത്ത് ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനകളും, പർഗാനകൾ ചേർന്ന് സർക്കാരുകളും, സർക്കാരുകൾ ചേർന്ന് സുബകളുമായി ക്രമീകരിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അക്ബറിൻ്റെ കാലത്ത് 15 സുബകളും, ഔറംഗസേബിൻ്റെ ഭരണകാലത്താണ് 20 സുബകളോളം ഉണ്ടായിരുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ളത് ഔറംഗസേബിൻ്റെ കാലത്താണ്. 20 സുബകളായിരുന്നു ഉണ്ടായിരുന്നത്. മുഗൾ ഭരണകാലത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാട്ടോ നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മുഗൾ ഭരണ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു കേട്ടോ. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ഒക്കെ ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും എപ്പോഴത്തെ പോലെ കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരായിരുന്നു വെച്ചാൽ ടവർണിയർ ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറിപ്പിൽ നിന്ന് നമുക്ക് അന്നത്തെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഗൾ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ആര്? ടവർണിയർ. ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് മുഗൾ ഭരണകാലഘട്ടത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെ ബാബർ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുഗൾ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് റാൽഫ് ഫിച്ച്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് പറഞ്ഞു, ടവർണിയറിനെ കുറിച്ച് പറഞ്ഞു, ഫ്രഞ്ച് സഞ്ചാരി. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരനാണ് റാൽഫ് ഫിച്ച് കേട്ടോ. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് പറയുന്നതാണ് കൊടുത്തേക്കുന്നത്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റു വിൽക്കുന്ന അങ്ങാടികൾ കാണാം. അപ്പോൾ ഇത് പറഞ്ഞത് ആരാണ്? റാൽഫ് ഫിച്ച്. ഇത് ആര് പറഞ്ഞു എന്നൊന്നും ചോദിക്കത്തില്ല. പക്ഷേ മുഗൾ ഭരണകാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റാൽഫ് ഫിച്ച് ആണ് എന്നുള്ളത് ഓർത്തു വെക്കണം. അതുപോലെ ടവർണിയർ ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു എന്നുള്ളതും ഓർത്തു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കളൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൽ ഫസലിൻ്റെ പുസ്തകമായിട്ടുള്ള ഐനി അക്ബറിൽ ഇന്ത്യക്കാർ അന്ന് കൃഷി ചെയ്തിരുന്ന പലതരത്തിലുള്ള നെല്ലിനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ അബുൽ ഫസൽ എന്നുള്ള കേട്ടോ നമ്മൾ പറയുന്നത്? മുഗൾ ഭരണകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ. അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു അബുൽ ഫസൽ. ഐനി അക്ബറി, അക്ബർനാമ, ഇത് എഴുതിയത് ആരാണ്? അബുൽ ഫസൽ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു അബുൽ ഫസൽ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഐനി അക്ബറി, അതുപോലെ തന്നെ അക്ബർനാമ. ഐനി അക്ബറിയും അതുപോലെ തന്നെ അക്ബർനാമയും എഴുതിയത് അബുൽ ഫസലാണ്. അതുപോലെ ജലസേചനത്തിന് വേണ്ടിയിട്ട് പേർഷ്യൻ ചക്രവും കനാലുകളും ഒക്കെ അക്കാലത്ത് യൂസ് ചെയ്തിരുന്നു കേട്ടോ. പേർഷ്യൻ ചക്രമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. മുഗൾ ഭരണകാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കാർഷിക രംഗത്തെ ഉൽപ്പാദനം കൂടുന്നത് കച്ചവടത്തെയും പിന്നീട് അത് നഗരവൽക്കരണത്തിനൊക്കെ കാരണമാവും. അപ്പോൾ പ്രധാനപ്പെട്ട മുഗൾ ഭരണകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളും അത് ഇന്നത്തെ ഏത് രാജ്യത്താണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട നഗരങ്ങൾ ഓർത്ത് വെക്കണം, അത് ഞാൻ പറയാം. പിന്നെ നമ്മൾ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി പറഞ്ഞതിനെക്കുറിച്ച് ഒന്നുകൂടെ ഏറ്റവും ആ ഒരു ഭരണക്രമം പറയുവാണ്. ഏറ്റവും താഴെത്തട്ടി സാധാരണക്കാർ, അതിന് മുകളിൽ മധ്യവർഗം, അതിന് മുകളിൽ പ്രഭുക്കന്മാർ, ഏറ്റവും ഉന്നതനായിട്ടുള്ളത് ആരാണ്? രാജാവാണ് കേട്ടോ. പ്രധാനപ്പെട്ട നഗരങ്ങൾ മുഗൾ ഭരണകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ധാക്ക,
നമുക്കറിയാം ധാക്ക ബംഗ്ലാദേശിലാണ്, മൂർഷിദാബാദ് ഇന്ത്യയിലാണ്, ലാഹോർ പാകിസ്ഥാൻ, സൂററ്റ് ഇന്ത്യയിലാണ്, ആഗ്ര ഇന്ത്യയിലാണ്. അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ധാക്ക, മൂർഷിദാബാദ്, ലാഹോർ, സൂററ്റ്, ആഗ്ര. അടുത്തത് മുഗൾ കാലഘട്ടത്തിലെ സാംസ്കാരിക സമന്വയത്തിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് രസ്നാമയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ രാസ്നാമ അല്ലെങ്കിൽ രസ്നാമ, ഇതെന്താണ് രസ്നാമ എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് അറിയാം മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ പുറം ചട്ടയുടെ ചിത്രമാണിത്. അതാണ് രാസ്നാമ എന്ന് പറയുന്നത് കേട്ടോ. മഹാഭാരതത്തിനെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തതിനെയാണ് നമ്മൾ രാസ്നാമ എന്ന് പറയുന്നത്. ഇത് ഷാജഹാൻ്റെ മകനായിട്ടുള്ള ദാരാഷുക്കോയാണ് ഇത് പരിഭാഷപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ മഹാഭാരതത്തിനെ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ഷാജഹാൻ്റെ മകനായിട്ടുള്ള ദാരാഷുക്കോയാണ്. അപ്പോൾ ഇത് രസ്നാമ അല്ലെങ്കിൽ രാസ്നാമ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് ഓർത്തു വെക്കുക. അപ്പോൾ മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് കൂടിച്ചേർന്നതിൻ്റെ ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. താജ്മഹൽ, ആഗ്ര, ചെങ്കോട്ട, ഇതൊക്കെ നമുക്ക് ഇന്ത്യയിൽ കാണുമ്പോൾ ഒരു പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെ സമന്വയത്തിനും കൂടെ ഉള്ളൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പേർഷ്യൻ, ഹിന്ദു ഭാഷകൾ കൂടി ചേർന്നുകൊണ്ടാണ് പുതിയൊരു ഭാഷയായിട്ടുള്ള ഉറുദു രൂപപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ മുഗളന്മാരുടെ ഭരണകാലഘട്ടത്തിലുണ്ടായ സാംസ്കാരിക സമന്വയങ്ങളാണ് ഉറുദു ഭാഷ രൂപം കൊണ്ടത്, ഹിന്ദുസ്ഥാനി സംഗീതം, അതുപോലെ തന്നെ പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലികൾ കേട്ടോ. അപ്പോൾ ഈ താജ്മഹൽ, ആഗ്രാകോട്ട, ചെങ്കോട്ട, ഇതിൻ്റെയൊക്കെ നിർമ്മാണ രീതികൾ ഈ വാസ്തുവിദ്യാ സമന്വയത്തിന് ഉദാഹരണമാണ്. സാംസ്കാരിക സമന്വയത്തിനുള്ള കുറച്ച് പോയിന്റ്സ് എന്നുള്ളത്, മഹാഭാരതത്തിൻ്റെ പേർഷ്യൻ ഭാഷയിലേക്കുള്ള വിവർത്തനം അക്ബറിൻ്റെ ഭരണകാലത്തായിരുന്നു നടന്നത്. ഉറുദു ഭാഷ രൂപപ്പെട്ടത്, ഹിന്ദുസ്ഥാനി സംഗീതം, ഇൻഡോ പേർഷ്യൻ നിർമ്മാണ ശൈലി, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ സാംസ്കാരിക സമന്വയമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കുറച്ച് നിർമ്മിതികളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് അടുത്തത്. 16-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ അക്ബർ ചക്രവർത്തി പണികഴിപ്പിച്ച ഫത്തേപൂർ സിക്രി, അതിൻ്റെ അർത്ഥം, ഫത്തേപൂർ സിക്രി എന്ന വാക്കിൻ്റെ അർത്ഥം വിജയത്തിൻ്റെ നഗരം എന്നാണ് കേട്ടോ. ഏകദേശം 10 വർഷക്കാലം മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശിലെ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. ഏകീകൃത വാസ്തുവിദ്യാ ശൈലിയുള്ള സ്മാരകങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒരു സമുച്ചയമാണ് ഈ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലാണ് ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത്. ഒരു കൃത്രിമ തടാകത്തിൻ്റെ തെക്ക് കിഴക്കായി വിന്ധ്യൻ മലനിരകളുടെ ചരിവിലുള്ള തലത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. വിജയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന ഇത് അക്ബർ തലസ്ഥാനമാക്കിയിരുന്നു. ഒരു പ്രത്യേകത, മുഗളന്മാരുടെ ആദ്യത്തെ ആസൂത്രിത നഗരമായിരുന്നു ഫത്തേപൂർ സിക്രി എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് അർത്ഥം നമ്മൾ പറഞ്ഞു, വിജയത്തിൻ്റെ നഗരം. അതുപോലെ തന്നെ ഓർത്തു വെച്ചോളൂ, മുഗളന്മാരുടെ ആദ്യത്തെ ആസൂത്രിത നഗരമായിരുന്നു ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് കേട്ടോ. സമൃദ്ധവും വൈവിധ്യപൂർണ്ണവുമായ ഇൻഡോ ഇസ്ലാമിക് ശൈലികളുടെ സംയോജനം പ്രകടമാകുന്നുണ്ട് ഈ നിർമ്മിതി. ഇതിൻ്റെ വടക്ക് ഭാഗത്ത് ദിവാനി ഖാസ്, സ്വകാര്യ പ്രേക്ഷകരുടെ ഹാൾ എന്നറിയപ്പെട്ടിരുന്ന ഒരു കെട്ടിടവും നിലകൊണ്ടിരുന്നു. അപ്പോൾ ഫത്തേപൂർ സിക്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദിവാനി ഖാസ്. അത് അങ്ങനെ തന്നെ ഓർത്തു വെക്കുക. സ്വകാര്യ പ്രേക്ഷകരുടെ ഹാൾ ദിവാൻ ഇ ഖാസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫത്തേപൂർ സിക്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മുഗളന്മാരുടെ ആദ്യത്തെ ആസൂത്രിത നഗരം. അടുത്തത് താജ്മഹലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വെളുത്ത മാർബിൾ പണി കഴിപ്പിച്ചിരിക്കുന്ന സമാനതകളില്ലാത്തൊരു നിർമ്മിതിയാണ് മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ ലോകത്തിന് നൽകിയ സ്നേഹത്തിൻ്റെ സ്മാരകമാണിത്. ഭാര്യ മുംതാസ് മഹലിനോടുള്ള അദ്ദേഹത്തിന് തീവ്രമായ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായി ഇത് നിലകൊള്ളുന്നു. ഉത്തർപ്രദേശിലെ താജ്മഹൽ അതിൻ്റെ സാംസ്കാരിക പൈതൃകത്താൽ സമ്പന്നമാണ്. ഈ ഒരു തുള്ളി കണ്ണുനീർ ഈ താജ്മഹൽ കാലത്തിൻ്റെ കവിളിൽ എന്നേക്കുമായി കളങ്കമില്ലാതെ തിളങ്ങട്ടെ എന്നാണ്. അപ്പോൾ കാലത്തിൻ്റെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ. അടുത്തത് ആഗ്ര കോട്ടയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. AD 1565 മുഗൾ ഭരണാധികാരിയായിട്ടുള്ള അക്ബർ ചക്രവർത്തി പണി കഴിപ്പിച്ച ആഗ്ര കോട്ട മുഗൾ രാജ്യത്തിൻ്റെ മഹത്വത്തിന് അടയാളമായി നിർമ്മിച്ച ഗംഭീരമായിട്ടുള്ളൊരു നിർമ്മിതിയാണ്. 2.5 കിലോമീറ്റർ നീളമുള്ള ചുവരുകൾക്കുള്ളിൽ അതിശയകരമായിട്ടുള്ള സാമ്രാജ്യത്തെ നഗരം ഉൾക്കൊള്ളുന്നു. കോട്ടയുടെ ആകൃതി ചന്ദ്രക്കല പോലെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ആഗ്ര കോട്ടയുടെ ആകൃതി ചന്ദ്രക്കല പോലെയാണ്. അതിൻ്റെ കിഴക്കൻ മതിൽ യമുന നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. AD 1565 അക്ബർ അത് പണി കഴിപ്പിച്ചത്. മധ്യകാലത്ത് ഡൽഹി ആസ്ഥാനമാക്കിയിട്ട് മുഗൾ രാജവംശമായിരുന്നുവെങ്കിൽ ഇതേ കാലയളവിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു പ്രധാന രാജവംശമാണ് വിജയനഗരം കേട്ടോ.
വിജയനഗരത്തിനെക്കുറിച്ചും ഹംപിയെക്കുറിച്ചുമാണ് ആദ്യം പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. വിജയനഗരം എന്നത് വിജയത്തിൻ്റെ നഗരം, ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും പേരായിരുന്നു. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ ഇത് ജനമനസ്സുകളിൽ മാത്രമായിരുന്നു. അതിനുശേഷം 1800 കേണൽ മക്കൻസി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കേട്ടോ. അപ്പോൾ വിജയത്തിൻ്റെ നഗരം അല്ലെങ്കിൽ വിജയനഗരം എന്നത് 1565 നശിപ്പിക്കപ്പെട്ടു. 1800 ഇത് കണ്ടെത്തിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള കേണൽ മക്കൻസിയാണ് കേട്ടോ. വിജയനഗര കാലഘട്ടത്തിലെ നമ്മൾ തൊട്ടു മുന്നേ മുഗൾ ഭരണകാലത്തിൽ അക്ബർ പഠിച്ചതുപോലെ തന്നെ വിജയനഗരത്തിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള വിജയനഗരത്തിൻ്റെ ഒരു ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്ര, ഒഡീഷ, അതുപോലെ തെലുങ്കാന, കർണാടക, തമിഴ്നാട്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്. വിജയനഗര രാജവംശത്തിൻ്റെ ഭൂപടവും ഇന്ത്യയുടെ ഭൂപടവും കൂടെ അടുത്ത നമ്മൾ ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ കവർ ചെയ്തു എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, അതുപോലെ തന്നെ കർണാടകയുടെ ഭാഗങ്ങൾ, മഹാരാഷ്ട്രയുടെ കുറച്ച് പോർഷൻസ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. അപ്പോൾ എത്രത്തോളം വിസ്തൃതമായിരുന്നു വിജയനഗരം എന്നുള്ളതാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രധാന സൈനിക സമ്പ്രദായമായിരുന്നു അമരനായക സമ്പ്രദായം. അപ്പോൾ നമ്മൾ മൻസബ്ദാരി സിസ്റ്റം പറഞ്ഞതുപോലെ തന്നെ അടുത്തതാണ് അമരനായക സമ്പ്രദായം എന്നുള്ളത്. രാജാവിൽ നിന്നും ഭരിക്കാൻ പ്രദേശങ്ങൾ ലഭിച്ചിരുന്ന സൈനിക മേധാവികളായിരുന്നു അമരനായകർ എന്നുള്ളത് കേട്ടോ. അവർ ആ പ്രദേശത്തെ കർഷകർ, കരകൗശല തൊഴിലാളികൾ, വ്യാപാരികൾ എന്നിവരിൽ നിന്നൊക്കെ നികുതികളും കുടിശ്ശികളും ഒക്കെ പിരിച്ചെടുത്തിട്ട് അവരുടെ വ്യക്തിഗത ഉപയോഗത്തിനും പിന്നെ കുതിരകളുടെയും ആനകളുടെയും ഒരു നിശ്ചിത സംഘത്തെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ അതാത് സ്ഥലത്തു നിന്നുള്ള നികുതി ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഈ സംഘങ്ങൾ വിജയനഗര രാജാക്കന്മാർക്ക് ഫലപ്രദമായ ഒരു സൈന്യത്തെ നൽകി. അതിലൂടെ അവർ തെക്കൻ ഉപദ്വീപ് മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. രാജാക്കന്മാർ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ സ്ഥലം ഒന്ന് മാറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ രാജാക്കന്മാരുടെ നിയന്ത്രണം ഇവരുടെ മേൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പ്രധാനപ്പെട്ട വിജയനഗര രാജാക്കന്മാരെയാണ്. അപ്പോൾ വിജയനഗര രാജ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ രാജവംശം പ്രധാനപ്പെട്ട 4 രാജവംശങ്ങൾ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. ആദ്യത്താണ് സംഗമ രാജവംശം, സലുവ, തുളുവ, അരവിഡു. കൃഷ്ണദേവരായർ തുളുവ രാജവംശത്തിലുള്ള ഭരണാധികാരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഹരിഹരനും ബുക്കനുമാണ് ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് തന്നെ. അവർ സംഗമ രാജവംശമാണ്. നരസിംഹ സലുവയാണ് സലുവ രാജവംശം സ്ഥാപിച്ചത്. നരസിംഹനാണ് തുളുവ വംശം സ്ഥാപിച്ചത്. തിരുമല ആണ് ആ രാജാവാണ് അരവിഡു വംശം സ്ഥാപിച്ചത് കേട്ടോ. ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തവും സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു വിജയനഗരം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തനായിട്ടുള്ള രാജാവ് കൃഷ്ണദേവരായരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവാണ് 1509 മുതൽ 1529 വരെ. ഈ സമയത്ത് ഈ വിജയനഗര സാമ്രാജ്യം, അതായത് ഈ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് ബാർബോസ കേട്ടോ. അപ്പം നമ്മൾ ഫ്രഞ്ച് സഞ്ചാരി പറഞ്ഞു ടവർണിയർ, അതിനുശേഷം ഇംഗ്ലീഷ് സഞ്ചാരി പറഞ്ഞു മുഗൾ കാലഘട്ടത്തിലെ റാൽഫിച്ച്. ഇതിപ്പോൾ നമ്മൾ വിജയനഗരം പറഞ്ഞപ്പോൾ പറയുന്നതാണ് പോർച്ചുഗീസ് സഞ്ചാരി ബാർബോസ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പോർച്ചുഗീസ് സഞ്ചാരിയായിട്ടുള്ള ബാർബോസ നമ്മുടെ ഇന്ത്യയിൽ വന്ന സമയത്ത് നമ്മുടെ കൃഷ്ണദേവരായരുടെ ഭരണ കാലഘട്ടത്തിനെക്കുറിച്ച്, ആ ഭരണ രീതിയെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. മനോഹരമായിട്ടുള്ള, അതായത് നീതിന്യായ വ്യവസ്ഥയും സമത്വവും ഒക്കെ നിറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭരണരീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. അത് മതസഹിഷ്ണുത, അക്ബറിനെ പോലെ തന്നെ ഇദ്ദേഹവും മതസഹിഷ്ണുത, ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് പ്രവർത്തിച്ചത്. അതുപോലെ കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകൾക്കെല്ലാം പ്രോത്സാഹനം നൽകിയിരുന്നു. അതുപോലെ അവരുടെ ഓരോ മതവിഭാഗത്തിലുള്ള ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടിയിട്ട് ജീവിക്കാൻ അനുവദിച്ചിരുന്നു. വിജയനഗര രാജവംശത്തിനെ കുറിച്ച് വീണ്ടും ഒന്നുകൂടി നമ്മൾ ഹാൻഡ് ബുക്ക് വെച്ചിട്ട് പറയാണ്. സംഗമം പറഞ്ഞു 4 വംശങ്ങൾ ചേരുന്നതാണ് വിജയനഗര രാജവംശം എന്ന് പറയുന്നത്. ആദ്യത്തേതാണ് സംഗമ വംശം. ഇത് സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനുമാണ്. വിജയനഗര സാമ്രാജ്യം തന്നെ സ്ഥാപിച്ചത് ഇവരാണല്ലോ. ആദ്യത്തെ വംശമാണ് സംഗമ വംശം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ചിരുന്നത് ഈ സംഗമ വംശമാണ് കേട്ടോ. അതുപോലെ സലുവ വംശം സ്ഥാപിച്ചത് നരസിംഹ സാലുവയാണ്. ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ രാജവംശമാണ് ഈ പറയുന്ന സലുവ വംശം എന്ന് പറയുന്നത് കേട്ടോ.
അത് നരസിംഹ സൽവയാണ് ഇത് സ്ഥാപിച്ചത്. തുളുവ വംശം സ്ഥാപിച്ചത് വീര നരസിംഹനാണ്. തുളുവ കൃഷ്ണദേവരായരാണ് പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി. ഇദ്ദേഹത്തിന് ഏതൊക്കെ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു? അഭിനവ ഭോജൻ, ആന്ധ്രാഭോജൻ. ചോദിച്ചിട്ടുള്ളത് ഒരുപാട് തവണ കേട്ടോ. അപ്പോൾ കൃഷ്ണദേവരായരെയാണ് അഭിനവ ഭോജൻ എന്നും ആന്ധ്രാഭോജൻ എന്നും അറിയപ്പെട്ടത്. അടുത്ത ലാസ്റ്റ് വൺ, അരവിടു വംശമാണ് സ്ഥാപിച്ചത്. തിരുമല രാജാവാണ്. വെങ്കട വൺ എന്നുള്ളത് അത് ഈ അരവിടു വംശത്തിൽ പ്രശസ്തനായിട്ടുള്ളൊരു ഭരണാധികാരിയാണ്. അപ്പോൾ തിരുമല വെങ്കട അത് അരവിടു വംശമാണ്. അരവിടു വംശ സ്ഥാപകൻ ആരാണ്? തിരുമലയാണ് കേട്ടോ. ഇനിയും പറഞ്ഞു ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ആര്? തുളുവ വംശമായിട്ടുള്ള നമ്മുടെ കൃഷ്ണദേവരായർ. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്: മതസഹിഷ്ണുത, സ്വാതന്ത്ര്യം, തുല്യനീതി, സമത്വം, തുല്യ പരിഗണന, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. കൃഷ്ണദേവരായരുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകളാണ്. ഇദ്ദേഹത്തിന് അസാമാന്യമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹം രചിച്ച കൃതികളാണ് അമുക്തമാല്യത, അതുപോലെ തന്നെ ജാമ്പവതി കല്യാണം കേട്ടോ. അപ്പോൾ കൃഷ്ണദേവരായരുടെ കൃതികളാണ് അമുക്തമാല്യതയും ജാമ്പവതി കല്യാണവും. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞു തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിത സഭയാണ് അഷ്ടദിഗ്ഗജങ്ങൾ. അതും ഓർത്തിരിക്കുക കേട്ടോ. അഷ്ടദിഗ്ഗജങ്ങൾ അറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിത സദസ്സാണ് കേട്ടോ, അഷ്ടദിഗ്ഗജങ്ങൾ. അതുപോലെ അമുക്തമാല്യത, ജാമ്പവതി കല്യാണം കൃതികളും ഓർത്തു വെക്കുക. ഇനിയും വിജയനഗര ഭരണത്തിലും രാജവാഴ്ച തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തിനെ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പ്രവിശ്യകളെന്നും പിന്നീട് നാടുകൾ അല്ലെങ്കിൽ ജില്ലകൾ, സ്ഥലം അല്ലെങ്കിൽ ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനായിരുന്നു കേട്ടോ. അതുപോലെ നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു കേട്ടോ. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. ഇനിയും വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ ഏത് പേരിലാണ്? അപ്പോൾ വിജയനഗര സാമ്രാജ്യകാലത്ത് സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്നത് അമരനായകന്മാർ എന്ന പേരിലാണ് കേട്ടോ. രാജാക്കന്മാർ ഇവർക്ക് ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ആ പ്രദേശങ്ങളെയാണ് അമര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്ന ആരാ? അമരനായകന്മാർ. ഈ പ്രദേശങ്ങളെ നികുതി പിരിച്ചെടുക്കാനുള്ള ഒക്കെ അവകാശം അവർക്ക് തന്നെ ആയിരുന്നു. അമരനായകര് രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു ഈ കിട്ടുന്നതിൽ നിന്നും. അതുപോലെ തന്നെ നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകളെയൊക്കെ ഈ അമരനായകന്മാർ നിലനിർത്തിയിരുന്നു. ഇതിനെയാണ് അമരനായക സംവിധാനം എന്ന് വിളിച്ചിരുന്നത്. ജാതിപര വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയത് ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിൽ തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായിട്ടും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇനി അടുത്തതായിട്ട് മൻസബ്ദാരി സിസ്റ്റത്തിനെ കുറിച്ചും അമരനായക സിസ്റ്റത്തിൻ്റെ കോമൺ ഫീച്ചേഴ്സാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മൻസബ്ദാരി സിസ്റ്റത്തിൽ മാൻസബ് എന്നറിയപ്പെടും. അമരനായക സംവിധാനത്തിൽ അമര എന്നാണല്ലോ സൈനിക മേധാവികളെ അറിയപ്പെടുന്നത്. മൻസബ്ദാരിമാർക്ക് ഭൂമി പതിച്ച് നൽകിയിരുന്നു. അതുപോലെ തന്നെ അമരനായകന്മാർക്ക് ഭൂമി പതിച്ച് നൽകിയിരുന്നു. മൻസബ്ദാർമാർക്ക് നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അമരനായകന്മാർക്ക് നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. മൻസബ്ദാരുടെ കീഴിൽ കുതിരകളെയും സൈന്യത്തെയും നിലനിർത്തിയിരുന്നു. അമരനായകന്മാരുടെ കീഴിലും സൈന്യത്തെയും കുതിരകളെ നിലനിർത്തിയിരുന്നു. മൻസബ്ദാർ രാജാക്കന്മാർക്ക് കരം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അമരനായകന്മാർ രാജാവിന് കരം കൊടുത്തിരുന്നു. നമ്മൾ പറഞ്ഞു കൊട്ടാരത്തിലെ കണക്കുകൾ നോക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും ഒക്കെ രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ സമ്പന്നരുടെ ഇടയിൽ അക്കാലത്ത് ബഹുഭാര്യത്വവും ശൈശവ വിവാഹവും സതിസമ്പ്രദായം ഒക്കെ നിലനിന്നിരുന്നു കേട്ടോ. വിജയനഗരം സന്ദർശിച്ച മറ്റൊരു പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു ഡൊമിങ്ങോ പയസ്. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. മാണിക്യക്കല്ലുകളും മരതകങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം പ്രൗഢമായിരുന്നു, സമ്പന്നമായിരുന്നു വിജയനഗരം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അന്ന് ഈ രാജ്യം സന്ദർശിച്ച് ഒരുപാട് സഞ്ചാരികൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷി തന്നെയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്നത്.
അന്ന് വിജയനഗരത്തിന് ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ജലസേചന യോഗ്യമാക്കിയിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. അപ്പം കമലാപുരം കുളം, ഹിരിയ കനാല്, തുംഗഭദ്ര നദിക്ക് കുറുകെ കിട്ടിയ അണക്കെട്ട്, ഇതെല്ലാം വിജയനഗര കാലഘട്ടത്തിലാണ് കേട്ടോ. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ വ്യാപാര കേന്ദ്രമായി ആയിരുന്നു ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലുള്ള വ്യാപാരികൾ ഇവിടെ എത്തിച്ചേർന്ന് ഒരുപാട് വ്യാപാരങ്ങൾ നടത്തിയിരുന്നു. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു വ്യാപാര കേന്ദ്രങ്ങളൊക്കെ നല്ല രീതിയിലായിരുന്നു. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന് കുത്തക ഉണ്ടായിരുന്നത്. അതുപോലെ ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായിട്ടൊക്കെ വ്യാപാരം ഉണ്ടായിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായിട്ടും നടത്തിയിരുന്നത് അറബികളായിരുന്നു കേട്ടോ. കുതിരകൾ കച്ചവടത്തിലൊരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരെ അറിയപ്പെട്ടിരുന്ന പേരാണ് കുതിരച്ചെട്ടികൾ കേട്ടോ. അപ്പോൾ വിജയനഗരവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണിത്. കുതിരച്ചെട്ടികളൊക്കെ പറയുന്നത് എന്താണ്? കുതിരകൾ കച്ചവടം ചെയ്തിരുന്ന പ്രാദേശിക കച്ചവടക്കാരെയാണ് കേട്ടോ. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന് നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായിട്ടുള്ള കച്ചവട ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിജയനഗര വംശവുമായിട്ട് ബന്ധപ്പെട്ട, സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അടുത്തത് ഹംപിയിലെ ഹസാരരാമ ക്ഷേത്രത്തിൻ്റെ ചിത്രമാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ നിർമ്മിതിയൊക്കെ എന്തുവാണ് അല്ലേ. അതുപോലെ തന്നെ ഹംപിയിലെ വിത്തലസ്വാമി ക്ഷേത്രം, ങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി ഒരുപാട് പാഠശാലകൾ അന്ന് നിർമ്മിച്ചിരുന്നു. അതുപോലെ തന്നെ കൃഷ്ണദേവരായരെ പോലെയുള്ള രാജാക്കന്മാർ ഈ കലയുടെയും സാഹിത്യത്തിൻ്റെ ഒക്കെ സംരക്ഷകരായി മാറി. ദ്രാവിഡ ശില്പരീതിയാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഗോപുരങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ഭീമാകാരങ്ങളായിട്ടുള്ള ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. നോക്കിയാട്ടെ, വിരൂപാക്ഷ ക്ഷേത്രം, ലോട്ടസ് മഹൽ, ഹംപി ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കർണാടകയിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് ഹസാരരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. ഹംപിയിലെ രാജകീയ പ്രദേശത്തിൻ്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിജയനഗര രാജാക്കന്മാരുടെ സ്വകാര്യ ക്ഷേത്രമായിരുന്നു ഈ ഹസാരരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. രാമായണ ഇതിഹാസത്തിൻ്റെ കഥ വിവരിക്കുന്നുണ്ട്. 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിജയനഗര രാജാവായിട്ടുള്ള ദേവരായ രണ്ടാമനാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ. വിജയനഗരത്തിൻ്റെ അത്ഭുതകരമായ കരകൗശലത്തിൻ്റെ ഉദാഹരണമാണ് ഹസാരരാമ ക്ഷേത്രം. അപ്പോൾ ഹസാരരാമ ക്ഷേത്രം നിർമ്മിച്ചത് 15-ാം നൂറ്റാണ്ടിൽ ദേവരായ രണ്ടാമൻ, അത് ഓർത്തു വെക്കുക. പിന്നീട് വിത്തലസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചാണ്. ഹംപിയിലെ ഏറ്റവും വലുതും പ്രശസ്തമായ നിർമ്മിതികളിൽ ഒന്നാണ് വിത്തലസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. ഹംപിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് തുംഗഭദ്ര നദിയുടെ തീരത്താണ് വിത്തലസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സമാനതകളില്ലാത്ത ശിലാരഥം, ആകർഷകമായ സംഗീത തൂണുകൾ എന്നിങ്ങനെയുള്ള അത്ഭുതകരമായ ശിലാനിർമ്മിതികൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അടുത്തത് വിരൂപാക്ഷ ക്ഷേത്രത്തിനെ കുറിച്ചാണ്. മധ്യ കർണാടകയിലെ ഹംപിയിലാണ് വിരൂപാക്ഷ ക്ഷേത്രം. തുംഗഭദ്ര നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണദേവരായരുടെ ഭരണകാലത്താണ് വിരൂപാക്ഷ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. പ്രധാന ഗോപുരത്തിൻ്റെ വിപരീത നിഴൽ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഭിത്തിയിൽ പതിക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത കേട്ടോ. വിരൂപാക്ഷ ക്ഷേത്രത്തിലെ ഏറ്റവും രസകരമായ സവിശേഷത അതിൻ്റെ നിർമ്മാണത്തിലും അലങ്കാരത്തിലും ഗണിതശാസ്ത്ര ആശയങ്ങളുടെ ഉപയോഗമാണ്. ആവർത്തിച്ചുള്ള പാറ്റേണുകൾ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രധാന രൂപം ത്രികോണാകൃതിയിലാണ്. ക്ഷേത്രത്തിൻ്റെ മുകൾ നോക്കുമ്പോൾ പാറ്റേണുകൾ വിഭജിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇനിയും ലോട്ടസ് മഹലിനെ കുറിച്ചാണ്. അടുത്തത് ലോട്ടസ് മഹലിനെ കുറിച്ചാണ്. ചിത്രാംഗി മഹൽ എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ലോട്ടസ് മഹലിനെയാണ്. ലോട്ടസ് പാലസിന് 24 തൂണുകളും ഭിത്തികളും ഇല്ലാത്ത, ലോട്ടസ് പാലസിന് 24 തൂണുകളുണ്ട്. അതുപോലെ ഭിത്തികളില്ലാത്ത നീണ്ട ഇടനാഴികളുള്ള തുറന്ന രൂപകൽപ്പന ഉൾക്കൊള്ളുന്ന 3 നിലകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇൻഡോ ഇസ്ലാമിക് ഡിസൈൻ ശൈലികളുടെ ഒരു മിശ്രണം നമുക്ക് ലോട്ടസ് മഹലിൽ കാണാൻ കഴിയും. അപ്പോൾ ചിത്രാംഗി മഹൽ എന്നറിയപ്പെടുന്നത് ലോട്ടസ് മഹലാണ്. ഇത് എവിടെയാണ്? ഹംപിയിലാണ് കേട്ടോ. അങ്ങനെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മുഗൾ ഭരണവും വിജയനഗര ഭരണവും തമ്മിലുള്ള ഒരു സവിശേഷതകൾ. നമുക്കറിയാം, മുഗൾ ഭരണത്തിലും വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ്. മുഗൾ ഭരണത്തിൽ മൻസബ്ദാരി സിസ്റ്റം ആയിരുന്നുവെങ്കിൽ വിജയനഗര ഭരണത്തിൽ അമരനായക സമ്പ്രദായമാണ് കേട്ടോ. അതൊക്കെ വരും പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്.
പിന്നെ നമ്മൾ കണ്ടു അക്ബർ ആയിക്കോട്ടെ, ഇപ്പുറത്തെ കൃഷ്ണദേവരായിക്കോട്ടെ, മതസഹിഷ്ണുത ഒരു പ്രധാന സവിശേഷതയായിരുന്നു. പിന്നീട് ഉറുദു ഭാഷയുടെ വികാസമാണ് നമ്മൾ മുഗൾ ഭരണത്തിൽ കണ്ടതെങ്കിൽ വിജയനഗര ഭരണത്തിൽ നമ്മൾ സംസ്കൃത ഭാഷയുടെ വികാസമാണ് കണ്ടത്. ഇൻഡോ പേർഷ്യൻ നിർമ്മാണ ശൈലി മുഗൾ ഭരണത്തിൻ്റെ സവിശേഷതയായിരുന്നു എങ്കിൽ ദ്രാവിഡ നിർമ്മാണ ശൈലിയാണ് വിജയനഗര ഭരണത്തിൻ്റെ പ്രത്യേകത. ദ്രാവിഡ നിർമ്മാണ ശൈലി കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം നമ്മൾ സംസ്കൃത ഭാഷയുടെ വികാസം എങ്ങും പോയിന്റ് കണ്ടില്ല, അതൊന്ന് നോക്കിയേക്കുക കേട്ടോ. വിജയനഗര ഭരണത്തിൻ്റെ ഒരു സവിശേഷതയാണ് സംസ്കൃത ഭാഷയുടെ വികാസം. അപ്പോൾ വിജയനഗര ഭരണ കാലഘട്ടത്തിൽ തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. പിന്നീട് ഒരുപാട് സംസ്കൃത കൃതികൾ പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ സംസ്കൃത ഭാഷയുടെ വികാസവും ഈ കാലഘട്ടത്തിലുണ്ട് കേട്ടോ, അത് ഓർത്തു വെക്കുക. ഇത്രയുമാണ് ഈ ചാപ്റ്റർ. നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.